ഇതൊക്കെ എൻ്റെ കുറച്ച് പുതിയ വെറൈറ്റീസാണ്. ഇതിൽ ഓറഞ്ച് വെറൈറ്റി ഉണ്ട്, റെയിൻബോ വെറൈറ്റി ഉണ്ട്. റെയിൻബോ എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് ബ്ലാക്ക് ഡ്രാഗണാണ്. ബ്ലാക്ക് ആഫ്രിക്കൻ ഡ്രാഗൺ എന്ന് പറഞ്ഞ ചെടിയാണ്. അതിൻ്റെ തണ്ടുകൾക്ക് പ്രത്യേകതയുണ്ട്. ബ്ലാക്ക് ആഫ്രിക്കൻ, ഇതൊക്കെ ബ്ലാക്ക് ആഫ്രിക്കൻ പെട്ടതാണ്. ഇതൊക്കെ 1.5 വർഷം പ്രായമായിട്ടുള്ളൂ. 1.5 വർഷമായിട്ടില്ല, 1 വർഷം ആവണുള്ളൂ. 1 വർഷം തികയുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ. 1 വർഷം തികയുന്നേ ഉള്ളൂ ഇതൊക്കെ. ഇത് റെഡ് ജൈന എന്ന് പറയുന്നത്, റെഡ് ജൈന എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് കൊളംബിയാന യെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണത്. ഇത് ഇസ്രേലി യെല്ലോ എന്ന് പറയുന്നത്. ഇസ്രേലി യെല്ലോ ഇതൊക്കെ റെഡ് ജൈനയാണ്. ജംബോ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് ബ്ലാക്ക് ആഫ്രിക്കനാണ്. അതിൻ്റെ തണ്ടുകൾക്ക് പ്രത്യേകതയുണ്ട്. ബ്ലാക്ക് ആഫ്രിക്കനാണത്. ഇത് ഇക്വഡോർ പലോറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇക്വഡോർ പലോറ ഏറ്റവും മധുരമുള്ള വെറൈറ്റിയാണ്. ഇക്വഡോർ പലോറ യെല്ലോ കളറാണത്. അതിൻ്റെ പഴത്തിൻ്റെ കായയുടെ മുകളിലും മുള്ളുകളുണ്ടാവും. ഇത് ട്രീസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ട്രീസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഫ്രാങ്കിസ് റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഫ്രാങ്കിസ് റെഡ് ഇതിൽ തന്നെ ഒരു വെള്ളരിക്ക മുളച്ചു വന്നിട്ട് വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട്. ഒരു വെള്ളരിക്ക ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ടെന്ന് തനിയെ മുളച്ചതാണ്. അതിൽ വെള്ളരിക്ക ഡെസേർട്ട് ഡാർക്ക് സ്റ്റാർ എന്ന് പറയുന്നത്. ഡാർക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഒരു 20-28 വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. ഇത് G2 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. G2 എൻ്റെ തണ്ടുകൾക്കൊക്കെ പ്രത്യേകത തന്നെയാണ്. G2 ഇതിൽ മുള്ള് കുറവാണ്. വേണ്ട, മുള്ളുകളില്ല. ഇത് G2 എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതിൽ മുള്ളൊന്നും കാണാനേ ഇല്ല, വളരെ കുറവാണ് മുള്ളില്ല. G2 തോമസൺ എന്ന് പറഞ്ഞ വെറൈറ്റി. G2 തോമസൺ ഗോട്ടിമാലിയ. ഇത് ലെമൺ യെല്ലോ. അടിയിൽ തന്നെ വേറെ ഉണ്ട്, ലിസ. ഇത് 2 വെറൈറ്റി കൂടി ഇതിലുണ്ട്. ലെമൺ യെല്ലോ ഉണ്ട്, ലിസയുണ്ട്. ഇതൊന്നും ബഡ് ആയിട്ടില്ല. ഇതൊക്കെ 1 വർഷം ആവണുള്ളൂ. അത് 8 മാസമൊക്കെ ആയിട്ടുള്ളൂ. സ്റ്റാൻഡിൽ വെച്ചിരിക്കും. ഇത് വേറെ സെപ്പറേറ്റ് സ്റ്റാൻഡിൽ വെച്ചിരിക്കും. ഫ്ലവർ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ സ്റ്റാൻഡിൽ പിടിപ്പിച്ച് നമുക്ക് കുറേ ഐറ്റംസ് പിടിപ്പിക്കാൻ പറ്റും. ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 10-20 വെറൈറ്റിയൊക്കെ ഒറ്റ സ്റ്റാൻഡിൽ തന്നെ പിടിപ്പിക്കാൻ പറ്റും. ഇതിനൊക്കെ സ്പ്രേയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഫോഗർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊരു ഫോഗർ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും മോട്ടർ ഓൺ ചെയ്ത് എല്ലാത്തിനും ഒരേ സമയത്ത് മൊത്തം ഫോഗർ നനയ്ക്കും. 5 മിനിറ്റ് മോട്ടർ ഓണാക്കിയാൽ മതി. 5 മിനിറ്റ് ഓണാക്കി കഴിഞ്ഞാൽ എല്ലാ ചെടിയും നനയും ഫ്ലോഗർ. താഴെയുള്ള ചെടികൾക്കും എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് ഫോഗർ ഫിറ്റ് ചെയ്തിട്ട്.
ഇടയിൽ ഒരു മുന്തിരി മേടിച്ച് വെച്ചിട്ടുണ്ട്. മുന്തിരി മുന്തിരി പിടിച്ചു വരുന്നുണ്ട്. സീഡ്ലെസ് മുന്തിരിയാണ് നമുക്ക് മേടിച്ചതാണ്. അറിയില്ല എന്താണെന്നുള്ളൂ. അതിനൊരു ചെറുതായിട്ട് വന്നിട്ട് അധികം പടരാത്ത മുന്തിരിയാണ്.